ശ്രീനിവാസന് വിട ചൊല്ലി സാംസ്കാരിക കേരളം. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഉദയം പേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ചിതയിൽ എരിയും മുൻപ് പ്രിയപ്പെട്ട ശ്രീനിക്ക് സത്യനന്തിക്കാട് പേപ്പറും പേനയും സമർപ്പിച്ചു. ഏറെ വികാരനിർഭരമായിരുന്നു ശ്രീനിക്ക് പ്രിയപ്പെട്ടവരുടെ വിട ചൊല്ലൽ. ശനിയാഴ്ച രാവിലെ ശ്രീനിവാസൻ എന്ന മലയാള സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭയുടെ നിര്യാണം സംഭവിച്ചതു മുതൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആളുകളുടെ പ്രവാഹമായിരുന്നു. ഉദയംപേരൂർ കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കും എറണാകുളം ടൗൺ ഹാളിലേക്കും ജനം ഒഴുകിയെത്തി. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സിനിമാ മേഖലകളിലെ നിരവധി പ്രമുഖർ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുവാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയവരുടെ നിര നീണ്ടുപോയതിനാൽ സംസ്കാര ചടങ്ങുകൾ വൈകിയാണ് ആരംഭിച്ചത്. ഒടുവിൽ 11:30-യോടെ ആ അനശ്വര കലാകാരന്റെ ഭൗതികദേഹം ചിതയിലേക്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ കണ്ണീരടക്കി ഉള്ളിൽ വിട ചൊല്ലി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന സന്ദേശം എഴുതിയ പേപ്പറും പേനയും തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ചിതയിലേക്ക് സംവിധായകൻ സത്യനന്തിക്കാട് സമർപ്പിച്ചു. തുടർന്ന് മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. നടന്മാരായ മുകേഷ്, ദിലീപ്, ടിനി ടോം, രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ, മന്ത്രി പി പ്രസാദ്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംവിധായകരായ രാജസേനൻ, ഫാസിൽ, ബ്ലസി, റോഷൻ ആൻഡ്രൂസ്, നടന്മാരായ ജഗദീഷ്, പൃഥ്വിരാജ്, ലാൽ, കുഞ്ചൻ, ഇന്ദ്രൻസ്, വിനീത്, ബാബു നമ്പൂതിരി, തമിഴ്നാടൻ സൂര്യ, നടിമാരായ പാർവതി തിരുവോത്ത്, നമിത പ്രമോദ്, അൻസിബ ഹസൻ, അമ്മ ഫെഫ്ക സംഘടനകളുടെ ഭാരവാഹികൾ തുടങ്ങിയവരും ശ്രീനിവാസന് ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതുവരെ കാത്തുനിന്ന വൻ ജനാവലി മലയാളികൾക്ക് ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരനോടുള്ള സ്നേഹത്തിൻ്റെ തെളിവായി. കഥ പറയുവാൻ ഇനി ശ്രീനിവാസനില്ല. എന്നാൽ അദ്ദേഹം എഴുതിയ കഥകളും തിരക്കഥകളും അവതരിപ്പിച്ച കഥാപാത്രങ്ങളും മലയാളി പ്രേക്ഷക മനസ്സുകളിൽ അനശ്വരങ്ങളായി നിലനിൽക്കുക തന്നെ ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി.